വെൽക്കം ടു ലേൺ മ്യൂറൽസ്. ലേൺ മ്യൂറൽസിൻ്റെ ബിഗിനേഴ്സ് ലെവൽ ഫസ്റ്റ് വർക്ക്ഷോപ്പ് ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. അടുത്ത മാസം നടക്കുന്ന അഡ്വാൻസ് ലെവൽ വർക്ക്ഷോപ്പിലേക്ക് ബിഗിനേഴ്സ് ലെവൽ കംപ്ലീറ്റ് ചെയ്തവരെ മാത്രമായിരിക്കും അഡ്മിറ്റ് ചെയ്യുന്നത്. വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിന് ടീച്ചിങ് മെത്തേഡ് എത്രത്തോളം ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും അതുപോലെ അടുത്ത വരുന്ന അഡ്വാൻസ് ലെവലിലേക്ക് അവരെ മോൾഡ് ചെയ്തെടുക്കാനും വേണ്ടിയാണ് ഈ വർക്ക്ഷോപ്പ്സ് നടത്തുന്നത്. അടുത്ത മാസം നടത്തുന്ന ഫിഗർ ബേസ്ഡ് അഡ്വാൻസ് ലെവൽ വർക്ക്ഷോപ്പിന് മുമ്പായി ഈ മാസത്തെ അവസാനത്തെ ബിഗിനേഴ്സ് ലെവൽ വർക്ക്ഷോപ്പ് അടുത്ത ആഴ്ച ആരംഭിക്കുന്നതാണ്. ഈ വർക്ക്ഷോപ്പിൽ ചുമചിത്രത്തിലെ 2 പ്രധാന ചിത്രങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ വരയ്ക്കുന്ന കുണ്ടലം എന്ന ഈ കർണാഭരണം എല്ലാ ക്യാരക്ടേഴ്സിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ഫേസിൻ്റെ ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ചെവിയും വരച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് വരയ്ക്കുന്നത് കർണാഭരണമായിട്ടുള്ള കുണ്ടലമാണ് വരയ്ക്കുന്നത്. ഈ കുണ്ടലം നമുക്ക് നോർമലി ഏത് ഫിഗറിനും വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. മെയിലാണെങ്കിലും ഫീമെയിൽ ക്യാരക്ടറിനും എല്ലാത്തിനും വരയ്ക്കാൻ പറ്റുന്ന ഒരു കുണ്ടലമാണ് നമ്മളിവിടെ നിന്ന് വരയ്ക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ചെവി മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഈ ചെവിയുടെ എൻ പാർട്ടിൽ ഈ ഭാഗത്ത് വെച്ചിട്ട് 2 ചെവിയുടെയും ഈ എൻ പാർട്ടിൽ വെച്ചിട്ട് ഞാൻ ഈ നമ്മുടെ അങ്കുലാർ റൂളർ എടുത്തൊന്ന് ഇങ്ങനെ ചരിച്ചാണ് വെക്കുന്നത്. സ്ട്രെയിറ്റ് വയ്ക്കാതെ ഞാനിങ്ങനെ ഒന്ന് ചരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ചരിച്ച് വെച്ചിട്ട് എനിക്കിവിടെ ഒരു 8 അങ്കുലയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ആ 8 അങ്കുല ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഞാൻ ചരിച്ചിട്ടാണ് സ്കെയിൽ വെച്ചത്, അത് ഓർക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അടുത്ത ചെവിയിലും ആ ചെവിയുടെയും ഈ പാർട്ട് എവിടെയാണോ എൻ്റെ ഇത് വന്ന് നിൽക്കുന്നത് അവിടെ ഞാൻ വെച്ചു. എന്നിട്ട് ഒരു 8 അങ്കുല ഇവിടേക്കും എടുത്തു. ഇനി നമുക്ക് ഇവിടെ മുതൽ ഈ സ്ഥലം വരെയുള്ള ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ കുണ്ടലം വരയ്ക്കുന്നത്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ ഷേപ്പ് ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. നമ്മളൊരു നീണ്ടിരിക്കുന്ന ഒരു ഓവൽ ഷേപ്പിൽ പോലെയായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഈ 2 ഭാഗത്തും ഇത് ഒരേപോലത്തെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുകയും വേണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. .5 വരെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ അതേ കറക്റ്റിൽ എടുക്കുകയാണ്. 3.5 അങ്കുല. ഇതാണ് എൻ സെക്ഷനായിട്ട് വരുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ എടുത്ത് ഇതൊരു കണക്ഷനാണ്. നമ്മുടെ കാതിൻ്റെ ഉള്ളിലായി ഒരു കാതിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ആഭരണമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ നമുക്ക് ഫ്രണ്ടിലൂടെ കാണുകയും അതിൻ്റെ അടുത്തൊരു പോർഷൻ ചെവിയുടെ പുറകുവശത്തായിട്ട് കാണുന്നത് രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കയറി ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തേക്കായിട്ട് കയറി നിൽക്കുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. അതുപോലെ തന്നെ ഇവിടെയും ഇനി ഈ കുണ്ടലത്തിൻ്റെ ഉൾഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ് നമുക്കിനി ചെയ്യേണ്ടത്. നമ്മളിവിടെ <1 അങ്കുലയുടെ സൈസിൽ <1 അങ്കുല നമ്മൾ മുമ്പൊക്കെ എടുത്തതാണ്. അതുപോലെ <1 അങ്കുല അളവിൽ നമുക്ക് ഇത് മാർക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കണം. അതുപോലെ തന്നെ ഈ ഭാഗത്തും നമുക്ക് <1 അങ്കുല അളവിൽ ഉള്ളിലൊരു സർക്കിൾ ചെറിയൊരു ഓവൽ ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കാം. ഇത്രയാണ് ആഭരണം ഉള്ളത്. ഇനി നമുക്ക് ഇത് ചെവിയുടെ ഒരു മുകൾ ഭാഗത്തും അതിൻ്റെ ഉള്ളിലൂടെയുള്ളൊരു പോർഷനായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ രീതിയിൽ അതിൻ്റെ അടുത്തൊരു ഉൾഭാഗം കാണിക്കുന്ന ഒരു ഭാഗം കൂടെ അവിടെ വരയ്ക്കണം. ഇതാണ് നമ്മൾ വരയ്ക്കുന്ന കുണ്ടലം. ഇനി ഇതൊന്ന് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ചെയ്യാം, എന്നിട്ട് നമുക്കിത് പെയിൻറ്റിങ് എങ്ങനെ നോക്കാം. ബേൺസീനയുടെയും സ്കാർലറ്റ് ലേക്കിൻ്റെയും 1:1 എന്നുള്ള റേഷ്യോയിലുള്ള മിക്സാണ് ഞാനിവിടെ റെഡ് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഞാൻ ഈ സർക്കിള് 12x12 എന്നുള്ള രീതിയിൽ എടുത്താൽ മതി.
വെർട്ടിക്കലി ഹൊറിസോണ്ടലി എടുത്തിട്ട് വരച്ചാൽ മതി. ഇത് ചെറുത് പെയിൻറ്റ് ചെയ്യാൻ വരയ്ക്കാൻ കുഴപ്പമില്ലെങ്കിലും പെയിൻറ്റ് ചെയ്തെടുക്കാൻ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉള്ള ഡിസൈനാണ്. കാരണം ഇത് വളരെ ചെറിയൊരു പാർട്ടേ ഉള്ളത്. പിന്നെ അതിൽ നമ്മൾ ഈ പറയുന്നത് പോലെ നമുക്ക് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഒരു ലെസ് ദാൻ 1 അങ്കുല എന്ന് പറയുന്നത് നമുക്ക് ഒരു റെഡും വൈറ്റുമായിട്ട് സെൻറ്ററിൽ വൈറ്റ് വരുന്ന രീതിയിൽ വരച്ചെടുക്കേണ്ട ഭാഗമാണ്. അപ്പോൾ ആ ഭാഗം നമ്മൾ കുറച്ച് സാധാരണ എല്ലാത്തിലും നമ്മൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് വരയ്ക്കാറുള്ളത്. ആ രീതിയിൽ തന്നെ വേണം ഇവിടെയും വേണ്ടത്. ചെറിയൊരു ശ്രദ്ധ വേണം. പലതരത്തിലുള്ള കുണ്ടലങ്ങൾ വരയ്ക്കാറുണ്ട്. ഇത് അതിലൊന്ന് മാത്രമാണ്. നമുക്കിതിപ്പോൾ മെയിലാണെങ്കിലും ഫീമെയിൽ ക്യാരക്ടർ ആണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം പെൻസിൽ ലൈൻസ് ഒന്ന് റബ്ബ് ചെയ്ത് കളയണം. അതിനുശേഷം പെയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് യെല്ലോ ആണ്, ഫസ്റ്റ് വാഷാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ യെല്ലോ ഓക്കർ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ മുൻപൊക്കെ നമ്മൾ എടുത്തിരുന്ന ആദ്യത്തെ വീഡിയോയിലൊക്കെ ചെയ്തിരുന്നത് പോലെ തന്നെയുള്ള മിക്സാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ലെസ് ദാൻ 1 അങ്കുലം എടുത്തിരിക്കുന്ന ഭാഗത്താണ്. അവിടെ നമ്മൾ പറഞ്ഞു അതിൻ്റെ സെൻറ്ററിലുള്ള വൈറ്റ് പോർഷൻ വിടുന്നൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രഷ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ എടുത്തിരുന്നത് റൗണ്ട് ബ്രഷാണ്. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് പോയിൻറ്റ് ബ്രഷ് എടുത്തിട്ടാണ് ഈ ഭാഗം ചെയ്യുന്നത്. ഈ രീതിയിൽ ഈ ഒരു തിക്നെസ് മാത്രം മതി നമുക്ക് ഈ വൈറ്റ് പോർഷന്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തുള്ള കുണ്ടലവും ചെയ്യാം. ഇനി നമുക്ക് ഈ ഫസ്റ്റ് കോട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു സെക്കൻഡ് കോട്ട് കൂടെ കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം റെഡിൻ്റെ ഷെയ്ഡിങ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്തിരുന്ന റെഡിൻ്റെ മിക്സ് ഔട്ട്ലൈൻ ഇടാൻ എടുത്തിരുന്ന മിക്സ് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഷെയ്ഡിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത്. വളരെ പതുക്കെ മാത്രം ഈ ഭാഗത്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ വൈറ്റ് പോർഷൻ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്.
ചെയ്തെടുക്കാം. റെഡിൻ്റെ ഷെയ്ഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുള്ള ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള ബ്ലാക്കിൻ്റെ ഔട്ട്ലൈനിങ് ആണ്. ഈ കുണ്ടലം വരയ്ക്കാൻ പ്രയാസമില്ലെങ്കിലും പെയിൻറ് ചെയ്തെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.